ധനകാര്യ വകുപ്പ് കൂടി ഹാൻഡിൽ ചെയ്യുന്ന മുഖ്യമന്ത്രി വി സതീശൻ അവതരിപ്പിച്ച ഇന്നത്തെ ബജറ്റ് സമാപിച്ചിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ഇതിൽ വിശകലനം ചെയ്തു പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, കൂടാതെ സിദ്ധാർത്ഥന്റെ പേരിലുള്ള ആന്റി റാഗിംഗ് ആപ്പ് പോലുള്ള എന്തോ തോന്നുന്നു വികസനത്തിനും അതുപോലെ കരുതലിനുമായിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ വികസനവും അതേപോലെ തന്നെ കരുതലും ഇത് രണ്ടും കൂടെ ഒന്നു ചേർന്നാണ് വി സതീശൻ എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് സർക്കാർ അധികാരമേറ്റിട്ട് ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ കണ്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ വികസനമെന്നും എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതെന്നും. കാരണം ഓപ്പറേഷൻ തൂഫാൻ നമ്മളെല്ലാവരും 10 കൊല്ലക്കാലം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. ഇവിടെ അടിഞ്ഞുകൂടുന്ന ചില മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ചില ആളുകളായിരുന്നു. അവരെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയുടെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ പദ്ധതിയായിരുന്നു തൂഫാൻ എന്ന് പറയുന്നത്. ജനങ്ങൾ എന്തുകൊണ്ടാണ് അതിന് അത്രയും വലിയ പിന്തുണ കൊടുത്തത്? കാരണം നമ്മൾ ദിനംപ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഇവർ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ, അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനൊരു മയം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കടകമ്പോളങ്ങളും ടൗണുകളും എല്ലാം ഒരു ശാന്തതയൊക്കെയുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ആലുവയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആലുവ, പെരുമ്പാവൂരൊക്കെ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം ഒരു ശാന്തത വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതോടൊപ്പം തന്നെയായിരുന്നു മലയിടാം തുരുത്ത്. ഒരു മാസക്കാലം കൊണ്ട് മലയിടാം തുരുത്തുള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ആ സർക്കാരിൻ്റെ ആർജവും ആ സർക്കാർ ജനങ്ങൾ കൊടുക്കുന്ന കരുതലും എന്താണ് എന്ന് നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് അവതരിപ്പിച്ച വി സതീശൻ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് തന്നെ നമ്മളൊന്ന് എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അത് ഇന്നത്തേക്കിനോ നാളത്തേക്കിനോ വേണ്ടിയുള്ളതല്ല, ഒരു 50 കൊല്ലത്തിനപ്പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വരെ അദ്ദേഹം ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആഷിഖ് നേരത്തെ ഉന്നയിച്ച പോലെ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്ദാനങ്ങളായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. അത് ആദ്യം തന്നെ, അതായത് ബഡ്ജറ്റിന് മുമ്പേ തന്നെ അത് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രിയദർശിനി എന്ന പേരിൽ സാധാരണ സ്ത്രീകൾക്ക്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും, സാധാരണ സ്ത്രീകളല്ല, അത് ഒരു തെറ്റായ വാക്ക് തന്നെയാണ്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ഉണ്ടായി. ആ പദ്ധതിയുടെ പേരിൽ എതിർക്കുന്നത് ആരൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പദ്ധതിയുടെ പേരിൽ കോടതിയിൽ വരെ പോയി. അതിൽ കോടതി വരെ ചോദിച്ചു. സർക്കാർ അവരുടെ അതല്ല കാര്യങ്ങൾ നടപ്പാക്കിയതല്ലേ ചെയ്തു. പൊതുജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന ഈ ഒരു പദ്ധതി എന്തിനാണ് മുടക്കുന്നതെന്ന് ഹൈക്കോടതി വരെ നേരിട്ട് ചോദിച്ച ഒരു പദ്ധതിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വലിയ വലിയ പദ്ധതികളായിരുന്നു ഈ സർക്കാർ ഉന്നയിച്ചിരുന്നത്. അത് ആദ്യമേ തന്നെ പ്രിയദർശിനി നടപ്പാക്കി. അതേപോലെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ്. അതായത് മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത് സർക്കാർ കൊണ്ടുവരുമെന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു. അത് ഈ ബഡ്ജറ്റിൽ അതിനു വേണ്ടിയിട്ട് പണം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കരയിലും കടലിലും ആകാശത്തും സർക്കാരിൻ്റെ വികസന കയ്യൊപ്പുകൾ കൃത്യമായിട്ടുണ്ടാകും എന്നതിൻ്റെ വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ തുറമുഖ വകുപ്പ്. അദ്ദേഹം ഇതിനു മുമ്പിട്ട്, അതായത് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പിട്ട് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്നല്ല, കേരളത്തിൻ്റെ വികസന മാറ്റങ്ങൾ, വികസന കയ്യൊപ്പുകളിൽ ഏറ്റവും കൂടുതലും കൊണ്ടുവരാൻ കഴിയുന്നത് തുറമുഖങ്ങൾക്കാണ്. കാരണം ഒരുപാട് പോർട്ടുകളും ഒരുപാട് ജല സ്രോതസ്സുകളുമുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. കാരണം കൊല്ലമാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഇവിടെ എല്ലാം ജലത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ അത് ഈ പോർട്ടുകളുമായി ബന്ധപ്പെടുത്തി നടക്കണമെന്ന് അദ്ദേഹം ഇതിനു മുമ്പോട്ട് പറഞ്ഞാണ്. അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ കേരളത്തെ ഒരു ഗ്ലോബൽ ഗോൾഡ് ഹബ്ബാക്കി മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഗ്ലോബൽ ഗോൾഡ് ഫണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടതാണ് ഫർണിച്ചർ ഹബ്ബാക്കി മാറ്റുമെന്ന്. കാരണം പെരുമ്പാവൂരൊക്കെയാണ് ഏറ്റവും കൂടുതലും ഫർണിച്ചർ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫർണിച്ചർ ഹബ്ബാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ഹബ്ബാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കായിക മേഖല,
കായിക മേഖല. ഇപ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വേൾഡ് കപ്പിൽ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് മലബാറിലാണ് ഏറ്റവും കൂടുതൽ ആവേശമുള്ളത്. വേൾഡ് കപ്പ് തന്നെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും ആരവങ്ങളും നടക്കുന്നത് മലബാറിലാണ്. ആ മലബാറിൽ 50 കോടി രൂപയ്ക്ക് ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകും എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും വളരെ കുറവേ ഉള്ളൂ ഈ കളിക്കളം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതാണ് ഇവർ മറ്റു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിന്റെ പ്രധാന കാരണം. അപ്പോൾ അവിടെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ ടർഫോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേഡിയമോ വന്നാൽ അവർക്ക് ഏറ്റവും ഒരു പുതിയ നമ്മുടെ ഈ കേരളത്തിൽ പുതിയ ഒരു കായിക ക്ഷമതയുള്ള കുറച്ച് തലമുറയെ, അല്ലെങ്കിൽ നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് മെസ്സിമാർ ജനിക്കും. അതിന്റെ ആദ്യ പടിയാണ് ഈ ഒരു ആദ്യ ഭാഗം തന്നെ നമുക്ക് കാണാൻ കഴിയും മലബാറിൽ 50. കാരണം മെസ്സി വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ട് കളിക്കത്തില്ല. എവിടെ കളിക്കാനാണെങ്കിൽ നല്ലൊരു സ്റ്റേഡിയം വേണ്ടേ? അതില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കളിക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കേട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് 50 കോടി രൂപയ്ക്ക് ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സ്റ്റേഡിയം വരുമ്പോൾ അതെന്താണെങ്കിലും കേരളത്തിന് നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ കേരളത്തിന് ഇന്നൊരു AI മന്ത്രിയുണ്ട്. കേരളത്തിന് ആദ്യമായിട്ടാണ് ഒരു AI മന്ത്രിയെ കിട്ടുന്നത്. അപ്പം AI സംരംഭങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് 10 കോടി രൂപ, മലയാളം AI സംരംഭം നടത്താൻ വേണ്ടിയിട്ട് പ്രാഥമിക ചെലവുകൾക്കായിട്ട് 10 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഗ്രാമങ്ങൾ ഡിജിറ്റലാക്കുകയാണ്. ഇന്ന് പലപ്പോഴും എല്ലാം ഡിജിറ്റലായി വരുന്നൊരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജെൻസികളുടെ കാലഘട്ടമാണ്. അപ്പോൾ ജെൻസികൾ ഇന്ന് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് പൂക്കി എന്ന പേര് നൽകിയ അതിന്റെ ജെൻസി. അതെ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ ഇത്രയും വലിയ ടെക്നോളജിയുടെ കാലത്തേക്കാണ് ജനിച്ചു വീഴുന്നത്. കയ്യിൽ ഫോണും കൊണ്ടും ലാപ്ടോപ്പ് കൊണ്ടും ടാബ്ലറ്റ് കൊണ്ടും ജനിക്കുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടത് ഇനിയൊരു 50 വർഷത്തേക്കുള്ള വലിയൊരു പദ്ധതികളാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനെയും ഡിജിറ്റൽ ആക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഗ്രാമസഭകൾ നമ്മുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് പഞ്ചായത്തുകളും ഗ്രാമസഭകളുമാണല്ലോ. ആ ഗ്രാമസഭകൾ വരെ ഡിജിറ്റൽ ആക്കുകയാണ്. അതേപോലെ തന്നെ ചേർത്ത് തീർപ്പ്, അത് വലിയൊരു കാര്യം തന്നെയാണ്. എൻഡോസൾഫാൻ ബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഏറ്റവും കൂടുതലും ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇവരെ എല്ലാം എങ്ങനെയാണ് കഴിഞ്ഞ സർക്കാരുകൾ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ നാദാപുരത്ത് വിലങ്ങാട് 5 കോടി രൂപയുടെ പാക്കേജ്. അതെ, വിലങ്ങാട് പാക്കേജ്. പിന്നെ മിഷൻ സമുദ്ര, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പാക്കേജ്. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തിക്കാണിക്കും. അതേപോലെ റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലഗതാഗത മേഖലകൾ ഉൾപ്പെടെ മാരിടൈം സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകും. വിഴിഞ്ഞത്തെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതി സ്ഥലം ഏറ്റെടുക്കാൻ വേഗത്തിലാകും. അപ്പോൾ അതായത് കേരളത്തെ തന്നെ ഒരു മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായിട്ട് ഉയർത്തി കാട്ടുമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു സർക്കാരിന് എന്താണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തന്നെ അതിനകത്തുണ്ട്. ഈ മാരിടൈം എന്നുള്ള ഒരു ഇതിന്റെ ഒരു ആശയം നമ്മുടെ ഷിബു ബേബി ജോൺ, ചവറ MLA അല്ലെങ്കിൽ വനമന്ത്രി കൂടിയായ ഷിബു ബേബി ജോണിന്റെ ഒരു ഡ്രീമാണ്. അതാണ് ഈ ഒരു ബജറ്റിലൂടെ പൂവണിയുന്നത്. അതായത് LDF സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായിട്ടും തഴഞ്ഞ അല്ലെങ്കിൽ ഒഴിവാക്കിയ ഒരു പദ്ധതിയായിരുന്നു മാരിടൈം ബോർഡിന് വേണ്ടിയുള്ള കുറച്ച് വികസനങ്ങൾ. അതാണ് ഈ ഒരു ബജറ്റിലൂടെ ഏറ്റവും കൂടുതൽ ഒരു നീക്കിയിരിപ്പ് വെച്ചിരിക്കുന്നത്. ഷിബു ബേബി ജോൺ നമ്മളെടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് എന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ് നമുക്കുള്ളത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടാകും. ശിവഗിരി മഠത്തിന് 5 കോടി രൂപ. അതേപോലെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ലൈറ്റ് മെട്രോ. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ മെട്രോ ഉണ്ട്. ആ കൊച്ചി മെട്രോ എങ്ങനെയാണ് കൊച്ചിയിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഏറ്റവും വലിയ അനിവാര്യ ഘടകമായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് നേരെ മെട്രോയിൽ കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങിയാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണോ കൊച്ചിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്, അതേപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും
ലൈറ്റ് മെട്രോകൾ ഉണ്ടാകും എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം കൊച്ചിയെ സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മെട്രോ CMR അല്ലെങ്കിൽ ഈ കൊച്ചി മെട്രോ. അപ്പോൾ അതുപോലെ ഈ തിരുവനന്തപുരത്തെയും കോഴിക്കോടിനെ ഒരു മിനി സ്മാർട്ട് സിറ്റി ആക്കാൻ പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ ചെറിയ മിനി വേഗത എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ എന്താണ് കേരളയിൽ കൊണ്ടുവരുന്നതിന്റെ പ്രധാന പ്രയോജനത്തെ പറ്റി എന്താണ് പറയുന്നത്? ഒരാൾ 1 കിലോ അപ്പവുമായിട്ട് ഒരു കുട്ടയിൽ അപ്പത്തി തിരുവനന്തപുരത്ത് 4 മണിക്കൂർ കൊണ്ട് അവിടെ ചെന്ന് വിറ്റു 1/2 മണിക്കൂറിൽ തിരിച്ചു കയറി കാസർഗോഡ് എത്തുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയാണ്. സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വേഗത, കണക്ടിവിറ്റി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ജില്ലയ്ക്കകത്ത് തന്നെ അല്ലെങ്കിൽ ആ ജില്ലയ്ക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ പോകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കൊച്ചിയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ട്രാഫിക് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് വളരെ ബുദ്ധിമുട്ടാണ്. 1/2 കിലോമീറ്റർ താണ്ടാൻ 1/2 മണിക്കൂറെങ്കിലും വേണ്ടി. കൊച്ചിയിൽ നമ്മൾ എപ്പോഴും പറയും മെട്രോ ഉണ്ട് എന്ന് പറയുമ്പോഴും കൊച്ചിയിലെ ട്രാഫിക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ തന്നെ ചെയ്യുന്ന രോഹിത്, അപ്പോൾ രോഹിത് ഇവിടുന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും, വൈകിട്ട് പോകണമെങ്കിൽ. രാവിലെ അതുകൊണ്ട് എന്താണ്, രാവിലെ വെളുപ്പിനെ വരും വണ്ടിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് വരും. അല്ലാത്ത സ്ഥിതിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ 2 മണിക്കൂറാണ് ഒരു ദിവസം കൊണ്ട് ട്രാഫിക്കിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ കുറയ്ക്കാൻ കഴിയും. കാരണം എല്ലാവരും വാഹനം വാങ്ങിക്കുന്ന തിരക്കിലാണ്, എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്. അപ്പോൾ വലിയ ട്രാഫിക് വാഹനത്തിന്റെ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് വെഹിക്കിളിന്റെ നികുതിക്ക് പോലും ആ ഒരു ഇളവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു സത്യം. ഈ 5% നിന്ന് 3% കുറച്ചിട്ടുണ്ട് നികുതി. അതേപോലെ തന്നെ തൂഫാൻ കളറാക്കാൻ 10 കോടി രൂപ. പട്ടാഴിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ ഉയർത്തും. അതേപോലെ കേരള നോളജ് വാലി സ്ഥാപിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാർ ഇതിലൂടെ പറയുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ പരിഗണനയിലാണ്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ നോളജ് വാലി സ്ഥാപിക്കുമെന്ന് സർക്കാർ ബഡ്ജറ്റിലൂടെ അത് അങ്ങനെ മാത്രം നമ്മൾ കാണരുത്. അതൊരു വീക്ഷണമാണ് ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ജോലികൾ എന്ന് പറയുന്നത് ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ എല്ലാം ഡിഗ്രി കോഴ്സുകളാണ്. ഇതിനപ്പുറത്തേക്കുള്ള കോഴ്സുകളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നെന്താണ്, പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. AI കോഴ്സുകളുണ്ട്, ഡാറ്റ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. അപ്പോൾ പുതിയ കോഴ്സുകൾ, നമ്മൾ അറിയാത്ത പല കോഴ്സുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മിനിറ്റിലും പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കേരളത്തിലും ഉണ്ടാകുമെന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. KSRTCക്ക് 600 കോടി രൂപ മാറ്റിവെക്കുന്നു. അതേപോലെ 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റും. കാരണം നമ്മളെല്ലാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരുപാട് വാഹനങ്ങളും പുകയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പുകപടലങ്ങൾ കൂടുകയും നമുക്ക് ശ്വസിക്കാൻ പോലും കഴിയാത്ത ഡൽഹിയിലൊക്കെ കണ്ടില്ലേ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് 2050 മുഴുവൻ കേരളത്തെ മുഴുവൻ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന നല്ല കാര്യമാണ്. പിന്നീട് റബ്ബർ താങ്ങുവില 250 രൂപയാക്കുന്നു. കടുവ, പുലി സെൻസസ് എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഒരു വീഡിയോയിൽ എടുത്താൽ ഇത് തീരില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇത് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ കടുവ, പുലി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെൻസസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ എവിടെയാണ് ഉള്ളത് അതിനെ മാറ്റിപ്പാർപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പിന്നെ തിരുവനന്തപുരത്തും ഹരിപ്പാടും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുന്നു. സലീം കുമാറിന് എറണാകുളത്ത് സ്മാരകം ഒരുങ്ങുന്നു. അതേപോലെ മെഡിസപ്പ് പരിഷ്കരിക്കും. പിന്നെ റാഗിങ് തടയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥന്റെ പേരിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ് കാരണം ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ പേരിൽ സിദ്ധാർത്ഥൻ ആപ്പ് രൂപീകരിക്കും. അതേപോലെ പുതിയ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ഇൻക്യുബേഷൻ സെന്റർ ഉണ്ടാക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ ക്വാർട്ടർലി ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ സാധാരണപ്പെട്ട പ്രൈവറ്റ് ബസ്സുകളുണ്ട്, അവരുടെയും ക്വാർട്ടർലി ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കരുതൽ പദ്ധതികളെല്ലാം തിരിച്ചു വരുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ്, കാവുകളും കുളങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജുകൾ, പിന്നെ വിഴിഞ്ഞം, കൊല്ലം, അഴീക്കൽ, ബേപ്പൂർ എന്നിവയെ തുറമുഖ വികസനങ്ങൾ
നടത്താൻ വേണ്ടിയുള്ള പ്രാഥമിക ഫണ്ടിങ്. കൂടാതെ ടൂറിസത്തിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ പാക്കേജുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ടൂറിസം മാത്രമല്ല, ടൂറിസവും സിനിമയും. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു പാർക്ക് കൊച്ചിയിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ചിത്രനഗരം. അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. അങ്ങനെ വലിയ പദ്ധതികളാണ് ഈ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓരോന്നും എടുത്തു വെച്ച് പറയാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. കാരണം ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വളരെ വലിയ പദ്ധതികളും ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണെങ്കിലും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് ഈ നിയമസഭയിൽ ഇന്ന് വി.ഡി. സതീശൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിന് വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്.